ഡോക്ടർ, ഞാൻ രോഗങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പോൾ ഈ ചെങ്കണ്ണ് പോലുള്ള രോഗമൊക്കെ ഈ സമയങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഈ ചൂട് കൂടുമ്പോൾ നമുക്ക് മഴക്കാലത്ത് നല്ല പനി വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു രോഗം എന്താണ്? ആളുകളിൽ കാണുന്നൊരു രോഗം ഇപ്പോൾ ഏത് തരത്തിലുള്ള രോഗങ്ങളാണ്? സാംക്രമിക രോഗങ്ങളുടെ കണക്കാണ് പറയുന്നതെങ്കിൽ ഡെങ്കിപ്പനി വളരെ കൂടുതലുണ്ട്. കാരണം ഡെങ്കിപ്പനി നമ്മുടെ കൊതുക്, ഈ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് എന്ന് വിളിക്കുന്ന ടൈഗർ മസ്കിറ്റോയാണ്. അതിന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ അതിന് കറുപ്പും വെള്ളയുമായിട്ടുള്ള സ്ട്രൈപ്സ് ഉണ്ട്. ഏകദേശം സീബ്രയുടെ സ്ട്രൈപ്സ് പോലെയുള്ള കൊതുകുകളാണ്. ഇവ ഡേ ബൈറ്റിംഗ് മസ്കിറ്റോസ് ആണ്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞത്, പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും മറ്റുമാണ് ഇവ ധാരാളം കണ്ടുവരുന്നത്. മഴയില്ലെങ്കിൽ പോലും കൺസ്ട്രക്ഷൻസ്, നമ്മുടെ കേരളത്തിൽ ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. അതിനിടയിലെല്ലാം ഈ കൊതുകുകൾ ഉണ്ടാവും. അവ വന്ന് യഥേഷ്ടം മറ്റുള്ളവരെ കടിക്കുകയും ഒരാൾക്ക് അവിടെ ലക്ഷണമില്ലാതെയുള്ള ഡെങ്കിപ്പനി ആണെങ്കിൽ പോലും അത് എല്ലാവർക്കും പരത്തുകയും ഒരു ഓഫീസിൽ ഒരു കൊതുക് വന്നാൽ പോലും അത് അവിടെ ഏറെക്കാലം ജീവിക്കുകയും അവിടെയുള്ള എല്ലാവർക്കും തന്നെ ഡെങ്കിപ്പനി വരുത്താനിടയുണ്ട്. അപ്പൊ അതിൽ കൊതുകിന്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതൊന്ന്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് എ, ജോണ്ടിസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. ഇത് വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു വൈറസ് ആണ്. അത് ഒരു അപകടകാരിയായിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മിക്കവർക്കും തന്നെ ഇത് മരുന്ന് കൂടാതെ തന്നെ മാറുന്ന തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ്. എന്നാൽ മഞ്ഞപ്പിത്തം പല തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഉള്ളതിനാൽ ഇതിന് ഇൻവെസ്റ്റിഗേഷൻസും മറ്റും വേണ്ടി വരും. അതിന് ചിലവ് വരും, ആശുപത്രിയിൽ പോകേണ്ടി വരും. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മൂന്നാമത്തേത് ഈ ഡയറിയൽ ഡിസീസസ് ആണ്, വയറിളക്ക രോഗങ്ങൾ. അത് പല വൈറസുകൾ മൂലവും, നോറോ വൈറസ് പോലെയുള്ള വൈറസുകൾ മൂലവും, അതുപോലെ തന്നെ ധാരാളം ബാക്ടീരിയകൾ, ടൈഫോയിഡ് ബാക്ടീരിയ, അതുപോലെ തന്നെ മറ്റേ ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഷിഗല്ല ബാക്ടീരിയ, ഇതെല്ലാം ഡയറിയൽ ഡിസീസസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്രകാരമുള്ള രോഗങ്ങളാണ് നേരത്തെ പറഞ്ഞ കൺജങ്ക്റ്റിവൈറ്റിസ് അടക്കം ചിക്കൻ പോക്സ്, ഇങ്ങനെയുള്ള രോഗങ്ങളാണ് ഈ വേനൽക്കാലത്ത് കൂടുതൽ കണ്ടുവരുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.